നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് പത്തനംതിട്ടയിൽ നിന്നാണ്. അവിടെ ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രോഗികളെ ചുമന്നു കൊണ്ടുപോകേണ്ട ഗതികേടാണ് ഉള്ളത്. ഒരാഴ്ചയായി ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ആശുപത്രിയിലാണ് ഈ ദുരിതം. ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഈ 6 മണി HMC മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിങ്ങിനകത്തൊന്നും എല്ലാ മീറ്റിങ്ങിനകത്ത് ഇവർ പറയുന്നത് ഹോസ്പിറ്റലിൽ യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമില്ല, ഈ രോഗികളെല്ലാം നല്ലതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വന്നു, ഞങ്ങൾ അതുപോലെ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു, ഇന്ന് തന്നെ 6-7 പേരെ ചുമി ചേച്ചി, 7 പേരെ ചുമി. ഈ ചേച്ചിക്ക് 19 വയസ്സ് മോളുണ്ട്, ആ ചേച്ചിക്ക് ഉണ്ട്. ഇവർ ഈ ചേട്ടന്മാരടക്കം ഈ പടി ഇറങ്ങി 3ാമത്തെ നിലയിൽ ചുമിക്കൊണ്ട് വന്നത്. ഇതൊന്നും ശരിയായ നടപടിയല്ല. എല്ലാത്തൊന്നും യാതൊരു വിധമായിട്ടുള്ള ഒരു കോംപ്രമൈസ് ഇല്ല. ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ ഈ രോഗികൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും. വി ജയശങ്കറുണ്ട് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജയശങ്കർ, എത്ര നാളായി ഈ ദുരിതം അവിടെ? ജയശങ്കർ, ഉന്മേഷ്, കഴിഞ്ഞ ഒരാഴ്ചയായി പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് ഈ സർജറി അടക്കം നടത്തുന്ന രോഗികളെ ചുമന്നുകൊണ്ടാണ് ജീവനക്കാർ താഴത്തെ നിലകളിൽ എത്തിക്കുന്നത്. 3 നിലകളാണ് ഈ ആശുപത്രിക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുകളിലെ നിലയിൽ നിന്നും മറ്റും താഴേക്ക് എത്തിക്കുമ്പോൾ ജീവനക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ക്യാമറയുടെ മുന്നിൽ അവർ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നില്ലെങ്കിൽ പോലും അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ ജനറൽ ആശുപത്രിക്ക്, പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് നഗരഹൃദയത്തിലുള്ള ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലുള്ള ഒരു ആശുപത്രിയാണ്. എന്നിട്ട് പോലും കഴിഞ്ഞ ഒരാഴ്ചയായി ലിഫ്റ്റ് പ്രവർത്തിക്കാഞ്ഞിട്ട് പോലും ഇത് പരിഹരിക്കാനുള്ള പ്രശ്നം ഒഴിവാക്കാനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ മന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ലിഫ്റ്റ് കേടായ സംഭവം പരിശോധിക്കുമെന്നാണ്. എന്തായാലും മന്ത്രിയുടെ ശ്രദ്ധയിൽ മാധ്യമ വാർത്തകൾ പെട്ടിരിക്കുന്നു. എന്തായാലും മന്ത്രി ഈ പ്രശ്നത്തിൽ ഒരു അടിയന്തര പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രോഗികളും ഒപ്പം ജീവനക്കാരും വലിയ ബുദ്ധിമുട്ടിലാകുന്നു. ഈ 3 നിലയുള്ള ഒരു ആശുപത്രിയെ സംബന്ധിച്ച് രോഗികൾക്കും മുകളിൽ നിന്ന് താഴേക്ക് എത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ലിഫ്റ്റില്ലാത്ത സാഹചര്യത്തിൽ ജീവനക്കാർക്കും ഇത് പ്രശ്നം ഉണ്ടാക്കുന്നു. സർജറി ഉൾപ്പെടെ സാധാരണക്കാരായ ജീവനക്കാരാണ് ഇങ്ങോട്ട് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഇവരെ സംബന്ധിച്ച് ഇത്തരത്തിൽ പടികൾ കയറി പോവുക എന്നെല്ലാം വലിയ പ്രതിസന്ധിയാണ്. എന്തായാലും മന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മന്ത്രിയുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉന്മേഷ് പ്രതീക്ഷിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരമായി മുമ്പോട്ട് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധ പരിപാടികൾ. ഉന്മേഷ്, വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ജയശങ്കർ സൂചിപ്പിച്ചപ്പോൾ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. ഈ വിഷയത്തിൽ, ഈ ലിഫ്റ്റ് തകരാറിലായ വിഷയത്തിൽ പരിശോധിക്കാം എന്നാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി. വീണ ജോർജിന്റെ മറുപടി ഇപ്പോൾ വന്നിരിക്കുന്നത്.